ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മീൻ പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്ര നേരെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ സച്ചി പറയുകയാണ്, വലത് കാലെടുത്ത് വെച്ച് കയറി വന്നാലും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സുധിയാണെങ്കിൽ എടപ്പോടാ, അമ്മയുടെ കാലാണ് രണ്ടും, അമ്മ ഏത് കാലം എടുത്ത് വെച്ച് ഒന്ന് കയറി വന്നോ, ഇത് അമ്മയുടെ വീടല്ലേ, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം എന്ന് പറയുമ്പോൾ ചന്ദ്ര ആദ്യം വലത് കാലെടുത്ത് വെച്ച് കയറാൻ നോക്കിയെങ്കിലും വലത് കാലെടുത്ത് പിന്നോട്ട് വെച്ച് ഇടത് കാലെടുത്ത് വെച്ച് കയറി വരികയാണ്. ഇത് കണ്ട സച്ചിയാണ് ലാഭോ എന്ന രീതിയിൽ ഒരു കളിയാക്കുന്ന രീതിയിലാണ് അങ്ങോട്ട് കയറി ചെല്ലുന്നത്. അപ്പോഴേക്കും രവിയാണെങ്കിൽ ചന്ദ്ര കയറി വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് രവി നേരെ മുകളിലേക്ക് കയറി പോവാണ്. അപ്പോൾ ആ സമയം ഈ സച്ചി പിന്നാലെ ഓടി ചെന്നിട്ട് അച്ഛനിത് എങ്ങോട്ട് പോകുന്ന അച്ഛാ, ഒരക്ഷരം പോലും മിണ്ടാതെ പോവാണ്. ഞാൻ എന്ത് മിണ്ടാനാണ്, എന്നെ വിടറാ, എനിക്കകത്തേക്ക് കയറി പോകണം. അച്ഛൻ അവിടെ നിന്നേച്ചാ. അങ്ങനെ അച്ഛൻ ഇപ്പം അകത്തേക്ക് കയറി പോകണ്ട, അവിടെ നിൽക്കാനാ പറഞ്ഞത്. അമ്മ പിണക്കമല്ല മാറ്റി വന്നിരിക്കുകയല്ലേ. ആ സമയത്ത് അച്ഛൻ ഓടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാവുന്ന അച്ഛാ, അച്ഛനെ സംസാരിച്ചിട്ട് പോയാൽ മതി. അച്ഛാ വാ അച്ഛാ. അപ്പോഴേക്കും നമ്മുടെ സുധിയാണെങ്കിൽ, എന്നാലും എൻ്റെ അമ്മ, ഞാൻ വിളിച്ചിട്ട് പോലും അമ്മ വന്നില്ലല്ലോ, അമ്മ ഇല്ലെങ്കിൽ എനിക്ക് ഒരു സുഖമില്ല അമ്മ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സന്തോഷമുള്ളൂ, അമ്മ ഏതായാലും വന്നല്ലോ, എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി, അമ്മ അവിടെ ഇരിക്കമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിടിച്ചങ്ങോട്ട് ഇരുത്തുക. അപ്പോഴേക്കും സച്ചിയാണെങ്കിൽ രവിയെ വാച്ചാ ഇങ്ങോട്ട് കയറി വരാനാ പറഞ്ഞച്ചാ എന്ന് പറയുമ്പോൾ ചന്ദ്ര അവിടെ നിന്ന് എണീറ്റ് മാറി നിൽക്കുകയാണ്. അച്ഛാ ഇങ്ങോട്ട് വന്ന് സംസാരിക്കുക. എന്നെ വിടറാ, ഞാൻ സംസാരിക്കാൻ. അച്ഛൻ സംസാരിച്ചാൽ മതിയാവുള്ളൂ പറഞ്ഞ് ഈ സച്ചി നേരെ വലിച്ചഴിച്ചുകൊണ്ട് നേരെ അങ്ങോട്ട് ചെന്ന് സെറ്റിയിലേക്കോട്ട് കുത്തിയിരുത്തുകയാണ്. അപ്പം അമ്മ അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട്. കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെയും പിടിച്ചങ്ങോട്ട് ഇരുത്തുകയാണ്. അപ്പോൾ സുധിയാണെങ്കിൽ ചേട്ടാ സച്ചി നീ എന്താണ് കാണിക്കുന്നത്, നീ എൻ്റെ അമ്മ എന്താണ് കാണിക്കുന്നത് ചോദിച്ചപ്പോഴേക്കും മിണ്ടായിരിക്കടാ, അവൻ്റെ അമ്മ പോലും നിനക്ക് മാത്രമാണ് അമ്മ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അച്ഛാ ചോദിക്കേ, ഇനി അമ്മയോട് വിശേഷങ്ങൾ ചോദിക്കുക. അപ്പോഴേക്കും ചന്ദ്ര രവിയെ നോക്കിയാണ്, രവി ചന്ദ്രയെ നോക്കുകയാണ്. അപ്പോൾ രവി ചോദിക്കുകയാണ്, 24 മണിക്കൂറും എൻ്റെ വീട് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആള് പിന്നെ എന്തിനാ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയത് എന്നിങ്ങനെ രവി ചോദിക്കാം. ഇത് കേട്ട് ചന്ദ്രയാണെങ്കിൽ, ഞാനായിട്ട് ഇറങ്ങിപ്പോയതല്ലോ, എൻ്റെ തീരുമാനങ്ങൾക്കൊന്നും ഇവിടെ യാതൊരു വിലയില്ലല്ലോ, അതുകൊണ്ട് എന്നെ ആരും അംഗീകരിക്കാത്ത കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. രവിയേട്ടനും എന്നെ വന്ന് വിളിക്കായിരുന്നു, പക്ഷേ രവിയേട്ടൻ എന്നെ വന്ന് വിളിച്ചില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അല്ല നിന്റെ ഇഷ്ടപ്രകാരം അല്ലേ ചന്ദ്രേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്, അപ്പോൾ പിന്നെ ഞാൻ നിന്നെ വിളിക്കേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല ചന്ദ്രേ. ഓഹോ, അപ്പം അങ്ങനെയാണല്ലേ നിങ്ങളുടെ മനസ്സിലൊക്കെ ഇരിപ്പ്. അപ്പോഴേക്കും സുധി വന്നിട്ട്, എന്നായാലും അമ്മക്ക് വരാൻ തോന്നിയല്ലോ, അത് തന്നെ ഭാഗ്യം. വർഷ പറയാ, അല്ല ആൻറ്റി എന്തിനാണ് ഭാമാൻറ്റിയുടെ വീട്ടിൽ പോയി താമസിച്ചത്, ആൻറ്റി എന്നെ ഉപദേശിക്കാറുണ്ടല്ലോ, ഞാനന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഈ വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങിപ്പോവാൻ പാടുണ്ടോ, ഇത് സ്വന്തം വീടല്ലേ, ആ സ്വന്തം വീട് പോലെ കരുതണ്ടേ, എൻ്റെ വാക്കിനൊരു വിലയും തന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് ഒരുപാട് കുറ്റപ്പെടുത്തിയില്ല ആൻറ്റി. ഇപ്പം ആൻറ്റി എന്താ കാണിച്ചത്, ആൻറ്റി ആരുടെയും വാക്കിന് വില കൊടുക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ ആൻറ്റി, അപ്പം പിന്നെ ഞങ്ങളൊക്കെ എന്താണ് ആൻറ്റി പറയേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ്. അത് പിന്നെ വർഷം എല്ലാവരും കൂടി എന്നെ അങ്ങോട്ട് കുറ്റപ്പെടുത്തി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എനിക്ക് ഇവിടെ പിടിച്ച് നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല, അതുകൊണ്ട് ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്നൊക്കെ ചന്ദ്ര പറയാണ്. എന്തായാലും അമ്മയെ കണ്ടല്ലോ, ഇനി അമ്മയോ ആരും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ ദൈവമേ, ഞാനും കൂടി വിളിച്ചിട്ട് അമ്മ വന്നില്ല, ഞാൻ വിചാരിച്ചതേ അമ്മ ബാമാൻ്റെ വീട്ടിൽ തന്നെ ഇങ്ങനെ താമസം തുടങ്ങിയെന്നാണ്. അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ എല്ലാ ദിവസവും അമ്മയെ കാണാൻ വേണ്ടി അങ്ങോട്ട് വരേണ്ടി വന്നാനായിരുന്നില്ലേ, എത്ര പെട്രോളിലായിരിക്കും, എത്ര പെട്രോൾ കാശ് ഉണ്ടെന്ന് പോകുമായിരുന്നു. ഇത് കേട്ട് സച്ചി കണ്ടോ, അപ്പം അവന് അമ്മയെ കാണാൻ പോകുന്നതിൻ്റെ സന്തോഷമല്ല, അവൻ്റെ പെട്രോൾ കാശ് തീർന്നു പോകുന്നതിൻ്റെ ഉള്ളൊരു സങ്കടമാണ് അവനീ കാണിച്ചു കൂട്ടുന്നത്. അതല്ല ഞാൻ പറഞ്ഞത്, രണ്ടും ഉണ്ട്, എനിക്ക് അമ്മയെ കാണുകയും ചെയ്യണം, അതേപോലെ തന്നെ പെട്രോൾ കാശും വെറുതെ നമുക്ക് കിട്ടൂലല്ലോ, അമ്മ എന്തിനാണ്, നമ്മുടെ സ്വന്തം വീടല്ലേ, അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട യാതൊരു കാര്യമില്ലല്ലോ, അമ്മ അനാവശ്യമായിട്ടല്ലേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്നൊക്കെ ഇങ്ങനെ പറയണം. എടാ നിന്റെ മനസ്സിലിരിപ്പൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാടാ. അല്ല രവിയേട്ടാ, രവിയേട്ടനോട് ഒരു കാര്യം ചോദിക്കട്ടെ. എന്താ ചന്ദ്രേ? അതല്ല രവിയേട്ടാ, രവിയേട്ടൻ എന്തിനാ അമ്മയുടെ വീട്ടിലേക്ക് പോകുമെന്ന് പറയുന്നത്? അപ്പം പിന്നെ എനിക്ക് പോകണ്ടേ, നിനക്ക് ഇഷ്ടമുള്ള സമയത്ത് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാമല്ലോ, അപ്പം പിന്നെ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ പോയി നിൽക്കുന്നതിന് കൊണ്ട് എന്താ പ്രശ്നം, എനിക്കെന്താ എൻ്റെ അമ്മയോടൊപ്പം പോയി നിന്നുകൂടെ, നിനക്ക് എന്നോട് മിണ്ടാതെയും പറയാതെയൊക്കെ പോകാമല്ലോ, അപ്പം ഞാനും പോകും രവിയേട്ടാ. എന്നാലും അങ്ങനെയല്ലല്ലോ, പക്ഷേ വേറൊരു കാര്യം കൂടി ഉണ്ട്. ശരി, അത് രവിയേട്ടൻ്റെ അമ്മയുടെ വീടാണ്, രവിയേട്ടന് എപ്പോൾ വേണമെങ്കിലും പോയി നിൽക്കാം, പക്ഷേ
രവിയേട്ടൻ എന്തിനാ എന്നെ ഡിവോഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞത്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോവാണ്. അപ്പോൾ നമ്മുടെ രവിക്കും ഇതെന്ത് സംഭവം എന്ന് വിചാരിച്ച് ഡിവോഴ്സ് ചെയ്യുമെന്ന് ഞാൻ അപ്പോഴേക്കും നമ്മുടെ സച്ചി അവിടെ കിടന്ന് എഡംകോലിടുകയാണ്. അച്ഛൻ പറഞ്ഞില്ല അച്ഛൻ അമ്മയെ ഡിവോഴ്സ് ചെയ്യാൻ പോവാന്ന് അങ്ങനെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ഈ വയസ്സാങ്കാലത്താണോ ഡിവോഴ്സ്? പിന്നെ അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. അപ്പോഴേക്കും വർഷയാണെങ്കിൽ ആര് പറഞ്ഞു നടക്കൂലെന്ന്? ഞാനേ ഈയിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ കണ്ടായിരുന്നു 80 വയസ്സുള്ള ആള് ഡിവോഴ്സ് ചെയ്തതായിട്ട്. അപ്പം എന്താ ഈ കല്യാണം മാത്രമേ ഇന്ന സമയത്തൊന്നുമില്ല, ഡിവോഴ്സും ഏത് സമയത്തും നടക്കാം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി അങ്ങനെയൊക്കെ ഉണ്ടോ? അപ്പം ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോഴേക്ക് രവിയാണെങ്കിൽ അതേ ചന്ദ്രൻ, നിനക്ക് എന്നെ വേണ്ടല്ലോ, അപ്പം പിന്നെ ഞാനെന്തിനാ ഡിവോഴ്സ് ചെയ്യാതിരിക്കുന്നത്? അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തു. എന്നാലും രവിയേട്ടാ, രവിയേട്ടൻ എന്നെ ഡിവോഴ്സ് ചെയ്യുന്നൊക്കെ പറഞ്ഞല്ലോ, അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു കേട്ടോ രവിയേട്ടാ. ഇനി ഞാൻ ഇങ്ങനെ ഒരു പ്രവൃത്തിയും ചെയ്യില്ല. ഇങ്ങനെ ചെയ്യാതിരുന്നാൽ നിനക്ക് കൊള്ളാം എന്നൊക്കെ രവി പറയാം. അപ്പം ഇവരുടെ സൂത്രങ്ങളെല്ലാം ഫലിച്ചു വന്ന് ഇവർക്ക് മനസ്സിലാകുകയും ചെയ്തു. പക്ഷേ രവിയേട്ടാ, എനിക്കൊരു ഉറച്ച തീരുമാനമുണ്ട്. ആ തീരുമാനം നിങ്ങൾ അംഗീകരിച്ചേ മതിയാവുള്ളൂ. എന്ത് തീരുമാനം? നീ എന്താണ് ചന്ദ്രയെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും, രേവതി ഇവിടെ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, പക്ഷേ അവളുടെ വീട്ടുകാർ ഈ വീട്ടിലേക്ക് വരാൻ പാടില്ല. ഇത് കേട്ട് രേവതി ഞെട്ടിപ്പോ. അപ്പോൾ ശ്രുതിക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ്. എന്താമ്മ ഈ പറയുന്നത്? എൻ്റെ അമ്മയും എൻ്റെ വീട്ടുകാരൊക്കെ എന്ത് തെറ്റ് ചെയ്തു? അവരോട് ഈ വീട്ടിലേക്ക് വരണ്ടെന്നൊക്കെ പറയാനായിട്ട് എനിക്ക് അവരെ കാണണ്ടേ? എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ ഉണ്ടാകുമ്പോൾ അവരിവിടെ വരണ്ടേ? പറ്റില്ല, നിന്റെ വീട്ടുകാർ ഇവിടെ വരാനായിട്ട് പാടില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല എന്നിങ്ങനെ പറയാം. അപ്പോഴേക്കും സച്ചിയാണെങ്കിൽ അതെ, അതിന് നിങ്ങളുടെ സമ്മതത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിലും എൻ്റെ വാക്കിന് ഇവിടെ ഒരു വിലയില്ലല്ലോ. അവരെ ഈ വീട്ടിൽ വന്നെന്ന് വിചാരിച്ച് എന്താ കുഴപ്പം? ഓരോ വിശേഷങ്ങൾ ദിവസങ്ങൾ ഉണ്ടാകുമ്പോൾ അവരിവിടെ വരും. രേവതിയെ കാണണമെന്ന് തോന്നുമ്പോൾ അവർക്ക് വന്ന് കാണണ്ടേ? അവളെ കാണണമെന്ന് തോന്നുമ്പോഴേ അവളെ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചോളും. അതിനുശേഷം ഇവൾ അങ്ങോട്ട് പോയി കണ്ടോളും. അല്ലാതെ അവരിങ്ങോട്ട് വരണ്ട രവിയേട്ടാ, ഇത് ഞാൻ സമ്മതിക്കില്ല രവിയേട്ടാ. ഇവളുടെ വീട്ടുകാർ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴേക്കും എൻ്റെ കഴുത്തിലൊക്കെ എന്തൊക്കെയുണ്ട്, കാതിൽ എന്തൊക്കെയുണ്ട് എന്നൊക്കെ നോട്ടമിട്ട് വെച്ച് ഞാൻ പെരുവഴിയിലേക്ക് ഇറങ്ങാൻ നേരത്ത് അതും മോഷ്ടിച്ചുകൊണ്ട് പോകും ഇവളുടെ കുടുംബക്കാർ. അത് പേടിച്ചിട്ടാണ് ഇവളുടെ കുടുംബക്കാർ ഈ വീട്ടിലേക്ക് വരണ്ട എന്ന് ഞാൻ പറഞ്ഞത്. ഇതിടെ രേവതിക്ക് സങ്കടം തോന്നുക. അപ്പോഴേക്കും രവിയാണെങ്കിൽ എന്താ ചന്ദ്ര ഇത്? അവർ വന്ന് വിചാരിച്ച് ഇങ്ങനെയൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. നീ കേസ് പിൻവലിച്ചില്ലേ, പിന്നെ എന്താ പ്രശ്നം? അപ്പോൾ ഇനി അവരങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇനി ഒരിക്കലും അവരൊരു പ്രവൃത്തി ചെയ്യില്ല. അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് ഞാൻ സമ്മതിക്കുകയില്ല. അല്ല, എന്താണാവോ നീ വീണ്ടും ഇങ്ങോട്ട് വരാനുള്ള കാരണം? അത് പിന്നെ രവിയേട്ടാ, ഞാൻ ഏതായാലും അവരോട് ക്ഷമിച്ചല്ലോ, കേസെല്ലാം പിൻവലിക്കുകയും ചെയ്തു. പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് എന്താ കാര്യം? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. എൻ്റെ മനസ്സ് അലിഞ്ഞു പോയി എന്നൊക്കെ പറയണം. അപ്പോഴേക്കും സച്ചിയാണെങ്കിലും അതേ അച്ഛാ, അമ്മയുടെ മനസ്സ് വല്ലാതെ അങ്ങോട്ട് അലിഞ്ഞു പോയി, അതുകൊണ്ടാണ് അമ്മ ഇങ്ങോട്ട് വന്നത്. ഏതായാലും പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ട് കയറി. അപ്പോൾ നമ്മുടെ രേവതിയാണെങ്കിൽ അമ്മയ്ക്ക് ചായ എടുക്കട്ടെ അമ്മ എന്ന് ചോദിച്ചപ്പോഴേക്കും, എടി ഞാൻ വന്നിട്ട് ഇത്ര നേരമായി, എന്നിട്ട് ഇപ്പോഴാണ് നിനക്ക് ചോദിക്കാൻ തോന്നിയത്? എനിക്ക് ചായ വേണം. ശരി അമ്മേ, ഞാൻ ചായ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് രേവതി പോവാ. അപ്പോൾ രവിയാണെങ്കിൽ എന്നാലും ചന്ദ്രേ, നീ എന്നോട് പിണങ്ങി പോകേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നെ കാണാതിരിക്കാനും മിണ്ടാതിരിക്കാനൊക്കെ നിനക്ക് തോന്നിയല്ലോ. ഇനി മേലാൽ അങ്ങനെയൊന്നും ചെയ്യല്ലേ? ഇല്ല രവിയേട്ടാ, ഇനി രവിയേട്ടനോട് പിണങ്ങി ഞാൻ പോവില്ല. എന്നാലും രവിയേട്ടനെ എന്നെ കാണാൻ വരായിരുന്നു, എന്നോടൊന്ന് സംസാരിക്കാൻ വരായിരുന്നു. ഇതൊന്നും രവിയേട്ടനും ചെയ്തില്ലല്ലോ രവിയേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രവിയും അതേപോലെ തന്നെ ചന്ദ്രയും കൂടി ചെറിയൊരു കിന്നാര വർത്താനൊക്കെ ഇവിടെ പറയാം. പിന്നീട് കാണിക്കുന്നത് ശ്രുതിയാണ്. അപ്പോൾ ശ്രുതി ഇങ്ങനെ ചിന്തിക്കണം, എന്നാലും എങ്ങനെ വന്നു, ഏത് വഴി വന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി, ഞാൻ മെയിൻ ഡോർ വഴി വന്നു, അതിനെന്താ സംശയം? പൊട്ടൻ ശ്രുതി, അതല്ല ചോദിച്ചത്, ആൻറ്റി ഏത് വഴി വന്നു എന്നാണ്. എൻ്റെ പൊന്നു ശ്രുതി, അമ്മയും മെയിൻ ഡോർ വഴിയല്ലേ വന്നത്, പിന്നെന്താ പ്രശ്നം? അതല്ല ആൻറ്റി പറഞ്ഞത്, രേവതിയും സച്ചിയും പുറത്തു പോകാതെ ഇങ്ങോട്ട് വരില്ലെന്നാണല്ലോ. അപ്പം പിന്നെ ആൻറ്റി എന്തുകൊണ്ട് ഇങ്ങോട്ട് വന്നു? എന്താ അമ്മ വന്നത് നിനക്ക് തീരെ ഇഷ്ടമായില്ലേ? അതല്ല ഞാൻ ചോദിച്ചത്. ആൻറ്റി പെട്ടെന്ന് വരാനുള്ള കാരണം എന്താണെന്ന് ഞാൻ ചോദിച്ചതാ. അമ്മ വന്നതിൽ നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ?
ആൻറ്റി വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമല്ലേ ഉള്ളു. അപ്പോൾ സന്തോഷമുണ്ടല്ലോ. അപ്പോൾ എന്തായാലും അമ്മ വന്നല്ലോ, ഇനി ആ കാര്യത്തെക്കുറിച്ച് പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി പോവുക. അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ എന്നാലും ആൻറ്റി എങ്ങനെ വന്നെന്നൊന്നും മനസ്സിലാവണമല്ലോ. അതാണല്ലോ, ഇതിലെന്തോ കള്ളക്കളികളൊക്കെ നടന്നിട്ടുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആൻ്റണിയാണ്. അപ്പോൾ ആൻ്റണി അടുത്ത് 2 ഗുണ്ടകൾ വന്നിട്ട് കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇത് എത്രയും പെട്ടെന്ന് കൈകാര്യം ചെയ്യണം. പിന്നെ ശ്രുതിയുടെ കയ്യിൽ നിന്ന് പൈസയും കിട്ടാനുള്ളതാണ്. പിന്നെ ആ ശരത്ത് അവൻ ജയിലിൽ തന്നെയാണല്ലോ അല്ലേ. ഇതൊക്കെ കിട്ടുന്നപ്പോഴേക്കും അയ്യോ അതൊക്കെ വെറും അണ്ണൻ്റെ തോന്നലാണ് അണ്ണ, അവൻ ആരും പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ടൊന്നുമില്ല. നീ അതൊന്നും മിണ്ടാതിരിക്കടാ. അവനെ പോലീസ് പിടിച്ചിട്ട് അവൻ നല്ല ഇടി കൊടുത്തിട്ടുണ്ടാവും. അതൊക്കെ അണ്ണനെ പറ്റിക്കാൻ വേണ്ടി വേറെല്ലാവരും പറയുന്നതായിരിക്കുള്ളൂ. അവനിപ്പോൾ അവൻ്റെ വീട്ടിലുണ്ട്. അവൻ്റെ ഈ രേവതിയുടെ അമ്മായിയമ്മയില്ലേ, സച്ചിയുടെ അമ്മ, ആ സ്ത്രീ ഇവനെതിരെ കൊടുത്ത പരാതി പിൻവലിച്ചു. അങ്ങനെ ശരത്തിനെ വെറുതെ വിട്ടു. ഇത് കേട്ട് ആൻ്റണി ഞെട്ടിപ്പോവാണ്. അത് ശരി, അപ്പം എന്നെ എല്ലാവരും കൂടി കളിയാക്കുമായിരുന്നല്ലേ. അപ്പോൾ അവനെ അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലേ? ഞാൻ കാണിച്ചു കൊടുക്കാം എന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം എന്നിവിടെ പറയുകയാണ്. അങ്ങനെയും പറഞ്ഞുകൊണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതി ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുന്ന് ഇഷ്ടിയൊക്കെ നോക്കിക്കൊണ്ട് ആലോചിക്കുകയാണ്. അപ്പോൾ സച്ചിക്ക് ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നിയുള്ള പൈസ മുഴുവൻ അവിടെ എടുത്ത് കൊടുക്കുകയും ചെയ്തല്ലോ. അപ്പോൾ സച്ചി നേരെ വന്നിട്ട് രേവതി എന്താ രേവതി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ചോദിച്ചപ്പോഴേക്കും ഇല്ല സച്ചിയേട്ടാ, നമ്മളൊരു റൂമൊക്കെ കെട്ടാന്നൊക്കെ പറഞ്ഞതായിരുന്നല്ലോ. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ കയ്യിൽ പൈസയൊക്കെ ഉണ്ടാവുമായിരുന്നു. എല്ലാ പൈസയും കാലിയായില്ലേ സച്ചിയേട്ടാ. ഇതിട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതി നീ ഇതിനെ സങ്കടപ്പെടുന്നത്, നമ്മൾ റൂം കെട്ടുകയും ചെയ്യും, അതിനുള്ളിൽ കഴിയുകയും ചെയ്യും. നമ്മുടെ സ്വപ്നങ്ങളെ ഒരിക്കലും നമ്മൾ ഇല്ലാതാക്കരുത്. ഓരോ സ്വപ്നങ്ങളും ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ നെയ്ത് കൂട്ടിക്കൊണ്ടേയിരിക്കണം. അപ്പം നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരും ദൈവം, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് എനിക്കിപ്പോൾ ഒരു പാട്ട് വരികയാണ്, ഞാനൊരു പാട്ട് പാടട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും ശരി സച്ചിയുടെ പാട്ട് പാടാം. അപ്പോൾ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന് പാടിക്കഴിഞ്ഞപ്പോഴേക്കും പകുതി കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് അറിയില്ല എന്താണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി അറിയില്ലേ സച്ചിയേട്ടാ? എനിക്കറിയില്ല രേവതി. അങ്ങനെയാണെങ്കിൽ പറ്റുന്ന പാട്ട് പാടിയാൽ പോരെ? എങ്കിൽ പിന്നെ ഞാൻ പുത്തഞ്ചേരിയുടെ പാട്ട് പാടട്ടെ. എങ്കിൽ പിന്നെ അതായിരിക്കും സച്ചിയുടെ നല്ലത്. അങ്ങനെയും പറഞ്ഞുകൊണ്ട് ശാന്തമീ രാത്രിയിൽ എന്ന ഗാനം അവിടെ പാടിക്കഴിഞ്ഞപ്പോഴേക്കും രേവതി നിനക്ക് ഏത് പാട്ട് പാടാനാണ് തോന്നുന്നത്? എനിക്ക് ഒരു പാട്ടും പാടാനായിട്ട് തോന്നുന്നില്ല സച്ചിയേട്ടാ. എനിക്കിപ്പോൾ ഇങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങണം, അത് മാത്രമേ എൻ്റെ മനസ്സിലാഗ്രഹമുള്ളൂ. ഈ നിലാവൊക്കെ നോക്കി അത് ശരിയാ രേവതി, ഇങ്ങനെ നിലാവൊക്കെ കണ്ട് നമ്മൾ കുറേ സ്വപ്നങ്ങളെല്ലാം നെയ്ത് കൂട്ടി ഒരു വീട് കെട്ടി അതിൽ നമ്മൾ 2 പേരും കിടന്നുറങ്ങുന്ന ആ ഒരു രംഗം ഇങ്ങനെ ഓർത്ത് കിടക്കാൻ നല്ലൊരു സുഖമാണല്ലോ രേവതി എന്നൊക്കെ ഇങ്ങനെ രേവതിയും സച്ചിയും കൂടി സംസാരിക്കാം. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.